പാലക്കാട്ടെ മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നും പുറത്തിറക്കുന്ന ബ്രാൻഡിക്ക് ഉചിതമായ പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് 10,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച ബെപ്കോ ആകെ പുലിവാല് പിടിച്ച നിലയിൽ KCBC മധ്യവിരുത്തി സമിതി അടക്കമുള്ളവർ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെയും ബഹളമാണ്. ആനുകാലിക വിഷയങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് പലരും പുതിയ മധ്യ ബ്രാൻഡ് പേര് നിർദ്ദേശിച്ചത്. ക്യാപ്റ്റൻ, ഡബിൾ ചങ്കൻ, കപ്പിത്താൻ, പോറ്റി ഇങ്ങനെ പോകുന്നു ആളുകൾ നിർദ്ദേശിക്കുന്ന ബ്രാൻഡുകളുടെ പേരുകൾ. കമന്റ് ചെയ്യുന്ന 50 പേരിൽ പകുതി പേരും ക്യാപ്റ്റനാണ് മുൻതൂക്കം നൽകുന്നത്. സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് ജവാൻ എന്നു പേരുള്ള സ്ഥിതിക്ക് ക്യാപ്റ്റൻ പേരും നല്ലതാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. കപ്പിത്താൻ പേരും നിർദ്ദേശിക്കുന്നുണ്ട് പലരും. ഹിറ്റടിച്ച പോറ്റിയെ കേറ്റിയ പാട്ടിന് പിന്തുടർച്ച പോലെ പോറ്റിയെ കേറ്റി പോറ്റി ബ്രാക്കറ്റിൽ എസ് എന്ന പേരും നിർദ്ദേശിക്കുന്നവർ ഏറെയാണ്. കേരള ലഹരി, കെ ബ്രാൻഡി, കെ കിക്ക്, കെ രസം എന്നീ പേരുകളും ഉചിതമെന്ന കമന്റുകളുണ്ട്. ഗോൾഡ് തെഫ്റ്റ് ബ്രാൻഡി എന്നോ സഖാവ് ബ്രാൻഡി എന്നോ ചേർത്താൽ കൂടുതൽ വിറ്റുപോകുമെന്നും ഉപദേശം. റെഡ് വോളണ്ടിയേഴ്സ്, കമ്മി ബ്രാൻഡി, ഒടുവിൽ സഖാവ് എന്ന പേരിൽ വരെ എത്തി നിൽക്കുന്നു പുതിയ പേരിന്റെ നിർദ്ദേശം. ലോഗോയിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വച്ചാൽ കൂടുതൽ മദ്യം വിറ്റുപോകുമെന്ന് ചിലർ ഉപദേശിക്കുന്നുണ്ട്. അറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിൽ ബെപ്കോ ആസ്ഥാനത്തെ ഫോണിൽ വിളിച്ചും പേരിടൽ ചടങ്ങിൽ പങ്കാളികളാകുന്നവരുണ്ട്. ആളുകൾ ഉഷാറാണ്, പക്ഷേ ഇത്രയധികം മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ബെപ്കോ MD പറഞ്ഞു. അതേസമയം പാലക്കാട്ടെ മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നും പുറത്തിറക്കുന്ന ബ്രാൻഡിക്ക് ഉചിതമായ പേരും ലോഗോയും ക്ഷണിച്ചുള്ള സർക്കാർ പരസ്യത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി രംഗത്ത് വന്നതും സർക്കാരിന് തലവേദനയായി മാറി. മദ്യത്തിന് പേരിടാനായി നടത്തിയ മത്സരം ചട്ടലംഘനമാണെന്നും പിൻവലിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് അബ്കാരി പ്രീണന സമീപനം സ്വീകരിക്കുന്നത്. ബെപ്കോ നടത്തിയത് സാരോഗേറ്റ് അഡ്വർടൈസ്മെന്റ് ആണ്. വിഷയത്തിൽ മന്ത്രി മറുപടി പറയണം. പാരിതോഷികം നൽകി നടത്തുന്ന മത്സരം നഗ്നമായ അബ്കാരി ചട്ടലംഘനമാണെന്നും KCBC മദ്യവിരുദ്ധ സമിതി ആരോപിക്കുന്നുണ്ട്. എന്തായാലും 10,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചാണ് നിരവധി പേരിപ്പോൾ അങ്ങോട്ട് വിളിക്കുന്നതും അതേസമയം മെസ്സേജ് ഒക്കെ അയക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിൽ പെട്ടുപോയ അവസ്ഥയും വന്നിരിക്കുന്നത്. ട്രോളുകളുടെ ബഹളമാണ് ഇതിനിടയ്ക്ക്. ആനുകാലിക വിഷയങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള പേരുകളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്.